കുറേ കാലങ്ങൾക്ക് ശേഷം ഞാൻ ഇന്നലെ സമാധാനമായിട്ട് ഉറങ്ങി. അറിയില്ല എത്രത്തോളം ഇങ്ങനെ പോകാൻ പറ്റുന്നു. എന്നാലും ഒന്നും അറിയാതെ, ആരെയും ഒന്നും അറിയിക്കാതെ ഇങ്ങനെ മരിച്ച പോലെ കിടക്കാനില്ലാത്തൊരു സുഖം. എനിക്ക് മനസ്സിലാവും താനിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷനും തൻ്റെ ഉള്ളിലെ പെയിൻ അത്രത്തോളം വലുതാണ്. പക്ഷേ താനിപ്പോൾ ഇവിടെ വരാനും താൻ സംസാരിക്കാൻ തയ്യാറായില്ലേ, ദാറ്റ്സ് ദി ബ്രേവ്സ് തിങ്. പലർക്കും അത് പറ്റാറില്ല. ശരി സാർ. അപ്പോൾ നെക്സ്റ്റ് മന്ത് 6th അടുത്ത സെഷൻ നോക്കണം. 2 സമയമുണ്ട്. ഞാൻ പറഞ്ഞ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. നമുക്ക് നോക്കാടോ. ശരി സാർ. ഓക്കെ. ഇന്നത്തെ കേസസ് എല്ലാം കഴിഞ്ഞു. കഴിഞ്ഞല്ലേ? അങ്ങനെയാണെങ്കിൽ ചേച്ചി വെക്കോളൂ, നേരമായി കണ്ട. ഓക്കെ ചേച്ചി ഇല്ല, ഒന്നുമില്ല. ഉമ്മ അശോകമാമ വന്നിരുന്നുട്ടാ. മാമൻ്റെ മോട്ട കല്യാണമാണ്. നമുക്ക് ഒരു പവനൊക്കെ തന്നിട്ടുള്ളതാണേ. ഞാൻ അച്ഛനോട് പറഞ്ഞിരുന്നു, അപ്പം അച്ഛനൊന്നും പറഞ്ഞില്ല. അപ്പോൾ നമുക്ക് എന്തായാലും പോകണം, ശനിയാഴ്ച പോകണം. എന്തായാലും ഉണ്ടാവുമല്ലോ അല്ലേ കൊടുക്കാനായിട്ട്. ഹലോ, നീ എവിടെ പോയി എടുക്കുക? എത്ര നേരമായി ഞാൻ വിളിക്കുന്നു. അതിൽ ഒരു ആവശ്യത്തിന് വിളിച്ചെടുക്കില്ല. നീ എവിടെ? ഞാൻ ഇപ്പോൾ സൈലന്റ് ആയിരുന്നു, കേട്ടില്ലേ? ഇപ്പോഴും ആ കുത്തം സൈലന്റ് ആക്കി വെക്കും. ആവശ്യങ്ങൾക്ക് വിളിക്കാനാ മനുഷ്യന്മാരത് ഉപയോഗിക്കുന്നത്. നമുക്ക് തന്നിട്ടുള്ളത് അങ്ങോട്ട് കൊടുക്കാണ്ട് നിർത്തില്ല കേട്ടോ. ഇതിന് കൊടുത്തേ പറ്റുള്ളൂ. അത് മോശമാണ്. അല്ലെങ്കിൽ നമുക്ക് അവർക്കില്ലാത്ത നമ്മുടെ കല്യാണത്തിന് നമുക്ക് തന്നിട്ടുള്ളതേ. അത് പോട്ടെ. എടാ, നീ നമ്മുടെ ഗ്രൂപ്പ് കണ്ടായിരുന്നോ? നമ്മുടെ സുബിത്ത്, അവൻ ഇന്നലെ വൈകിട്ട് സൂയിസൈഡ് ചെയ്തു. കാരണം എന്താണെന്നും അറിയില്ല. ഞാൻ എന്ത് പറയാനാ? അവന് മരിക്കാനൊരു കാരണം കിട്ടി. ആ കാരണം കിട്ടാത്ത എത്ര പേരോട് ജീവിക്കുന്നു. എനിക്കൊന്നും പറ്റണില്ല. ഞാനൊരു ബ്രേക്ക് എടുത്താലോ? എന്തെങ്കിലും പറഞ്ഞാ നീ? നീ എന്തായാലും ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? അറ്റ്ലീസ്റ്റ് നീ ഒരു സൈക്കോളജിസ്റ്റ് അല്ലേ? നീ വേണ്ടേ മറ്റുള്ളവരുടെ സിറ്റുവേഷൻസ് ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്? നീ തന്നെയല്ലേ വാതോരാതെ എൻ്റെ അടുത്ത് നിന്റെ സൂയിസൈഡൽ തോട്ട്സ് ഉള്ള ക്ലയൻസിനെ പറ്റിയൊക്കെ സംസാരിച്ചിരുന്നേ. എന്നിട്ടിപ്പോ നമുക്ക് എന്തായാലും കൊടുത്തില്ലെങ്കിൽ മോശമാവും. എനിക്ക് പ്രഷർ താങ്ങാൻ പറ്റില്ല. ആരും എന്നെ മനസ്സിലാക്കാതെ. ഹലോ അരുൺ, നീ ബിസിയാണോ? ശ്രുതി വിളിച്ചിരുന്നേ. നിന്നെ കുറ്റപ്പെടുത്താനോ മാറ്റങ്ങൾ ചൂണ്ടിക്കാണിക്കാനോ ഒന്നും അല്ല ഞാനിപ്പോ വിളിച്ചത്. നിന്റെ നല്ലൊരു ഫ്രണ്ട് എന്ന രീതിയിൽ നിന്നോട് സംസാരിക്കണമെന്ന് തോന്നി.
നീ ഒരു സൈക്കോളജിസ്റ്റ് ആണ് എന്ന് കരുതി നീ നിന്റെ എല്ലാ പെയിനും ഹൈഡ് ചെയ്ത് വെക്കൊന്നും വേണ്ട. എപ്പോഴും എല്ലാരെയും കേൾക്കുന്ന നമ്മളെയും കേൾക്കാൻ ആരെയിലൊക്കെ വേണ്ടടോ. ഞാനിപ്പോ ഒരു കോണ്ടാക്ട് ഷെയർ ചെയ്യാം. നീ അതിൽ വിളിച്ച് ഒരു സെഷന് ബുക്ക് ചെയ്യും. ഹെൽപ്പ് സീക്ക് ചെയ്യുന്നത് തെറ്റില്ലാന്ന് നമ്മൾ എല്ലാരോടും പറയുന്നതല്ലേ. നമ്മുടെ കേസിലും അത് അങ്ങനെ തന്നെ